അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വീണ്ടും ഒരു കുട്ടി സ്റ്റേക്കേഷൻ വ്ളോഗാണ് കേട്ടോ. അങ്ങനെ പതിവ് പോലെ തന്നെ 5:30 ഇറങ്ങാൻ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര വാഗമണ്ണിലേക്കാണ് കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളത് ഇക്കാന്റെ താത്ത, അദ്ദേഹത്തിന്റെ നാത്തൂൻ ആൻഡ് ഫാമിലിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന്റെ മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പം ഞാൻ കൂടുതൽ കഥ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ജമ്പ് ഇൻടു ദ വീഡിയോ. അങ്ങനെ നമ്മൾ വാഗമൺ എത്തിയിട്ടുണ്ട്. ട്രിപ്പ് പ്ലാൻ ചെയ്ത ടൈം മുതലേ നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നത് വയനാട് പോവാന്നായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടാണ് നമ്മൾ വാഗമണ്ണ് പോവാം എന്ന് ഡിസൈഡ് ചെയ്തത് കേട്ടോ. അപ്പോ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് വാഗമണ്ണിലുള്ള ദ ഫെൽമെൽ റിസോർട്ടിലാണ് കേട്ടോ. റൂംസ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചെക്ക് ഇൻ ടൈം വരുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അപ്പോൾ നമ്മൾ ടൗണിൽ നിന്ന് തന്നെ ലഞ്ചൊക്കെ കഴിച്ചാണ് റിസോർട്ടിലേക്ക് പോയത് കേട്ടോ. ടൗണിൽ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടിലേക്ക് 4 കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ എങ്കിലും കുറച്ച് ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളോട് 1:30ക്കാണ് ടൗണിൽ നിന്ന് തിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കറക്റ്റ് 2 മണിക്ക് തന്നെ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിനി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. 2 ബെഡ്റൂം കോട്ടേജസും സിംഗിൾ റൂംസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു 2 ബെഡ്റൂം കോട്ടേജ് ആയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കോട്ടേജ്. ഈ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നമ്മുടെ താത്തയും അളിയനും. അളിയനോട് റിസോർട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ അടിപൊളി, ഒരു രക്ഷയില്ലാന്നായിരുന്നു അളിയന്റെ അഭിപ്രായം. ആക്ച്വലി റൂം അലമ്പാക്കുന്നതിന്റെ മുന്നേ ഞാനൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് അവരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി റൂം ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് വരാം. ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളിലേക്കാണ്. അവിടെ ഒരു TV യൂണിറ്റും ഒരു സോഫയും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ബെഡ് പറഞ്ഞിരുന്നതുകൊണ്ട് അതും അവരൊരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് 2 റൂംസ് വരുന്നത്. പിന്നെ ഹാളിന് ഒരു സൈഡിലായിട്ട് ഒരു ഡൈനിങ് ഏരിയയും ഒരു വാഷ് ഏരിയയും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂംസ് കാണാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇത് താത്താടെ ഇളയന്റെ റൂമാണ് കേട്ടോ. ബെഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി വ്യൂ. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം. ഇതാണ് നമ്മുടെ റൂം.
ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി വ്യൂ കാണാം. ഇനി നമുക്ക് ഈ റിസോർട്ട് മൊത്തത്തിലൊന്ന് ചുറ്റി കണ്ടിട്ട് വരാട്ടോ. ഇവിടെ വൺ ഓഫ് ദി ബെസ്റ്റ് അട്രാക്ഷൻ ആണ് ഈ ടീ പ്ലാന്റേഷന് നടുവിലായിട്ട് വരുന്ന ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല കേട്ടോ, ഈ ഒരു ഹാർട്ട് ഫ്രെയിമും പിന്നെ അതിനടുത്തായിട്ട് തന്നെയുള്ള ആ ഒരു ബാലി സ്വിങ്ങും ഒക്കെ ഇവിടുത്തെ ബെസ്റ്റ് അട്രാക്ഷൻസ് തന്നെയാണ്. സ്വിങ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇത് ഓപ്പൺ ആവുന്നത് വൈകിട്ട് 4:30 to 6 ആണ് കേട്ടോ. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി വ്യൂ ആണ്. ഇനി നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടേക്കും പിന്നെ താഴെയുള്ള പാർക്കിലേക്കൊക്കെ ഒന്ന് പോവാം. ഒത്തിരി സ്റ്റെപ്സ് ഇറക്കി വേണം കേട്ടോ താഴേക്ക് പോവാനായിട്ട്. ഗ്ലാസ് ബ്രിഡ്ജിന് മുകളിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ഇൻസ്ട്രക്ഷൻസ് അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഗ്ലാസ് ബ്രിഡ്ജിനും താഴെയായിട്ട് ഒരു കിഡ്സ് പാർക്കും പിന്നെ കുറച്ച് ഫോട്ടോ സ്പോട്ട്സ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നൈറ്റ് ക്യാമ്പ് ഫയർ നടക്കുന്നത്. എല്ലാവരും അവിടെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഈ ഗാർഡൻ അവര് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ റിസോർട്ടിനകത്ത് തന്നെ നമുക്ക് ഒത്തിരി ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്. ഈ എ ഫ്രെയിമിനകത്ത് അവർ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ പോയൊന്ന് കണ്ടോക്കാം. അങ്ങനെ റിസോർട്ട് മൊത്തത്തിലൊന്ന് കണ്ടു വന്ന ശേഷം മക്കളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നേരെ പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ മൗണ്ടൈൻ വ്യൂ വരുന്ന ഒരു അടിപൊളി ഇൻഫിനിറ്റി പൂൾ. പൂൾ ടൈം എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലുള്ള ആർമാദിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബാലി സ്വിംഗ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങോട്ട് പോയി. ഈ ഡ്രസ്സ് നമുക്ക് അവർ തന്നെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിന്റെ 2 കളേഴ്സ് ആണുള്ളത്, യെല്ലോ ആൻഡ് റെഡ്. പിന്നെ റാപ്പ് അപ്പ് സ്റ്റൈൽ ഡ്രസ് ആയതുകൊണ്ട് തന്നെ എല്ലാ സൈസുകാർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്വിങ്ങിന്റെ മാക്സിമം വെയിറ്റ് 110 kg ആണ്. മാത്രല്ല കുട്ടികൾക്കും സ്വിങ് അലൗഡ് അല്ല കേട്ടോ. അങ്ങനെ ബാലിയിലൊന്നും പോവാതെ തന്നെ ലോ ബഡ്ജറ്റില് എന്റെ ഈ ഒരു ആഗ്രഹം കൂടെ സാധിച്ചിട്ടുണ്ട്. ഇത് താത്താടെ മോളാണ് കേട്ടോ, നീന. ആൾക്ക് ചെറിയൊരു പേടി ഉണ്ടെങ്കിലും ഒരു കൗതുകത്തിന്റെ പുറത്ത് കയറിയതാണ്.
ഇതെന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാ എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ റിയൽ ബാലി സ്വിങ്ങും ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ. അങ്ങനെ ആ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം, നൈറ്റ് ക്യാമ്പ് ഫയറിന്റെ ടൈം ആകുമ്പോൾ പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. നൈറ്റ് ടൈമില് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. താഴെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി ജോയിൻ ചെയ്യാം. നമ്മൾ കൂടാതെ അന്ന് റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന ഫാമിലീസ് ആണ് കേട്ടോ ഇത്. നമ്മുടെ തൊട്ടടുത്ത റൂമിലുള്ള മോളാണ് അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആള് നല്ല ആക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് തന്നെ സ്റ്റെപ്പ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാട്ടൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, വേറൊന്നും കൊണ്ടല്ല, കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ വരാതിരിക്കാനാണ്. ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞ റൂമിലിരുന്ന ടീംസ് ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ മോളുടെ കൂടെ കളിക്കാൻ വേണ്ടിട്ട് ഐഷുനോട് കുറെ നേരമായിട്ട് പറഞ്ഞെങ്കിലും ആള് ഷൈ ആയതുകൊണ്ട് മാറി നിൽക്കായിരുന്നു. പിന്നെ കുറെ നിർബന്ധിച്ചപ്പോ അപ്പുറത്ത് നിന്ന് 2 സ്റ്റെപ്പ് ഇടുന്നുണ്ടായിരുന്നു. അവിടെ ക്യാമ്പ് ഫയർ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമില് ഇവർ രണ്ടുപേരും ഇവിടെ ഇൻഡോർ ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ ക്യാമ്പ് ഫയർ തീരാനായപ്പോഴത്തേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളെ രാവിലെ 11 മണിയാണ് നമ്മുടെ ചെക്കൗട്ട് ടൈം. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് എല്ലാ ഫോട്ടോ സ്പോട്സിലും പോയി ഫോട്ടോസ് ഒക്കെ എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പോയി കിടന്നത് കേട്ടോ. നേരം വെളുത്ത് തുടങ്ങിയ ടൈമില് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ആകെ മഞ്ഞില് മൂടി കിടക്കായിരുന്നു.
അങ്ങനെ രാവിലെ എല്ലാവരും എണീറ്റ് റെഡി ആയപ്പോഴത്തേക്കും ഒരു 8:30 ഒക്കെ ആയപ്പോൾ അവര് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണേ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാളിലാണ് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നതേ. ഇവിടെ ഓരോ ടേബിളും ഓരോ റൂമിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് വേണ്ട ഫുഡൊക്കെ എടുത്ത് നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ള ടേബിളിൽ നമ്മൾ പോയിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ഫുഡായിരുന്നു. ഡൈനിങ് ഹാളിൽ നിന്നുള്ള മൗണ്ടൻ വ്യൂ ആണ് ഇത്. അങ്ങനെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫെൽമെൽ റിസോർട്ടിലെ വിശേഷങ്ങള്. അടുത്തൊരു വ്ലോഗില് നമുക്ക് വാഗമണിലുള്ള ബാക്കി കാഴ്ചകളും കൂടെ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.